അങ്ങനെ കോടതി കരുണാകരൻ സമർപ്പിച്ച സത്യവാങ്മൂലം തെറ്റാണെന്ന് തെളിയുന്നു. ഈ സമയത്താണ് രാജൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല തടവുകാരും രാജനെ മർദ്ദിച്ചിട്ടുണ്ടെന്നും ജീവഹാനി സംഭവിച്ചിട്ടുണ്ടാവാമെന്നും പറയുന്നത്. ഇത് പുറം ലോകം അറിഞ്ഞതോടെ കരുണാകരനെതിരെ രോഷം അണമുട്ടി ഒഴുകി. ഒടുവിൽ പാർട്ടിയിനുള്ളിൽ തന്നെ കരുണാകരനെതിരെ ഒരുപാട് പ്രതിഷേധ ശബ്ദങ്ങളുണ്ടായപ്പോൾ കരുണാകരന് രാജിവെച്ച് മാറേണ്ടി വരും. കരുണാകരൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ രാജിവെച്ചിട്ട് സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി നേടാം എന്നായിരുന്നു. എന്നാൽ അത് നടന്നില്ല. സുപ്രീം കോടതിയും കരുണാകരനെതിരെ വിധിച്ചു. ഒടുവിൽ മറ്റൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ട സ്ഥിതി വന്നു. അപ്പോഴേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന 2 പേര് വരദരാജ നായരും KG അടിയോടിയുമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും വന്ന C സുബ്രഹ്മണ്യം പറഞ്ഞത് AK ആൻ്റണിയുടെ പേരാണ്. അങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നു. അങ്ങനെ 36-ാം വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി AK ആൻ്റണി അവരോധിക്കപ്പെടുന്നു. AK ആൻ്റണി അധികാരത്തിലേറുന്നു. കരുണാകരനും AK ആൻ്റണിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. AK ആൻ്റണി ഭരണത്തിൽ കയറിയ ഉടൻ ആദ്യം എടുത്ത നടപടി എന്ന് പറയുന്നത് വേട്ടമൃഗം എന്നറിയപ്പെട്ടിരുന്ന പോലീസുകാരനായ ജയറാം പടിക്കലിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥയിൽ കരുണാകരൻ്റെ പോലീസുകാരെ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഈ ജയറാം പടിക്കലാണ്. അങ്ങനെ നിയമസഭാംഗം പോലും അല്ലാതിരുന്ന AK ആൻ്റണി കഴക്കൂട്ടത്ത് നിന്നും മത്സരിച്ച് നിയമസഭാ അംഗവുമാകുന്നു. ആൻ്റണിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നത് KM മാണിയായിരുന്നു. വർഗീയ പ്രസംഗം നടത്തി എന്ന ഒരു കേസിൻ്റെ പേരിൽ KM മാണിയെ കോടതി അയോഗ്യനാക്കുന്നു. അപ്പോൾ KM മാണിക്ക് രാജിവെച്ചൊഴിയണം. KM മാണിയുടെ ഒഴിവിൽ കേരള കോൺഗ്രസിൽ നിന്നും വന്നത് അദ്ദേഹത്തിൻ്റെ പക്ഷക്കാരനായ PJ ജോസഫാണ്. KM മാണി ഇതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി മേടിച്ച് തിരിച്ചെത്തി. ഒരു പരാതിയും കൂടാതെ കസേര ഒഴിഞ്ഞ് PJ ജോസഫ് കൊടുത്തു. KM മാണി വീണ്ടും ആഭ്യന്തരമന്ത്രിയായി. അങ്ങനെ PJ ജോസഫ് ഒരു അധികാരമോഹമില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി. പക്ഷേ PJ ജോസഫിന് പിന്നീട് 2000-ന് ശേഷം PJ ജോസഫ് ഇതുപോലൊരു കേസിൽ പെടുകയും ഒരു സ്ത്രീപീഡന കേസിൽ പെടുകയും PJ ജോസഫിനെ കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ടി PJ ജോസഫിന് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അതിന് പകരം വന്നത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫ് PJ ജോസഫ് കുറ്റവിമുക്തനായി തിരിച്ചെത്തിയപ്പോൾ മോൻസ് ജോസഫ് ഒരു പരാതിയുമില്ലാതെ ഒഴിഞ്ഞു കൊടുക്കുകയും PJ ജോസഫ് മന്ത്രിയാകുന്ന ചരിത്രം കേരളത്തിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാണി തിരിച്ചെത്തിയതിന് ശേഷം കേരള കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു പ്രതിനിധിയായ അവരുടെ സീനിയർ ലീഡർ ആരായിരിക്കും? E. ജോൺ ജേക്കബ്. അവരുടെ സീനിയർ ലീഡറായ E. ജോൺ ജേക്കബ് മരിക്കുകയാണ്. പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒഴിവിൽ ആരെ കൊണ്ടുവരണമെന്നുള്ളത് വിഷയമായി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ജോസഫിന് താല്പര്യമുണ്ട്.
എന്നാൽ മാണി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ TS ജോണിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇത് ജോസഫിന് നീരസമുണ്ടാക്കി. പിന്നീട് കേരള കോൺഗ്രസിൻ്റെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൻ്റെ സമ്മേളനം ചരൽക്കുന്നി നടക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പിൻ്റെയും വിദ്യാർത്ഥി നേതാക്കൾ ആ സമ്മേളനത്തിൽ വെച്ച് തമ്മിൽ ഏറ്റുമുട്ടുകയും ഒടുക്കം പോലീസ് ഇടപെട്ട് ഒരു ക്രമസമാധാന നില തകരുന്ന അവസ്ഥയിൽ പോലീസ് ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ ജോസഫും മാണി 2 ഗ്രൂപ്പായിട്ട് ക്രമേണ കേരള കോൺഗ്രസ് മാറി തുടങ്ങുകയാണ്.